ദാശ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? പാപ്പി ഉറങ്ങിയായിരുന്നു. പന്ന പട്ടി പാപ്പി ഇറങ്ങാ പുറത്ത്. പാപ്പിക്ക് എത്ര രൂപ കിട്ടി സിസ്റ്റർ അമലയെ കൊന്നതിന്? മഹാപാപം പറയല്ലേ സാറേ, ദൈവം പൊറുക്കുകയല്ല. ഞങ്ങളും പൊറുക്കുകയല്ല. സിസ്റ്റർ അമല മരിച്ചതിന്റെ തലേന്ന് മഠത്തിലെ 2 പട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് മയക്കി പാപ്പി കൂട്ടിലിട്ട് പൂട്ടിയായിരുന്നു. അതാർക്ക് വേണ്ടിയാ? അതുമാത്രം പാപ്പി ഞങ്ങളോട് പറഞ്ഞാ മതി. പാപ്പിക്ക് ഒരു ദോഷം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ പൊന്ന് സാറേ, ദൈവദോഷം പറയല്ലേ. എന്റെ ദീനാമേന സത്യം, ഞാൻ അങ്ങനെ ഒരു ഹീന പ്രവൃത്തിയും ചെയ്തിട്ടില്ല. സിസ്റ്റർ ഒരു എറുമ്പ് കടിക്കുന്ന പോലും ഞാനും എന്റെ ഭാര്യയും സഹിക്കില്ല സാറേ. പാവം പാപ്പി. ഇത്രയും സ്നേഹം സിസ്റ്ററോടുണ്ടായിട്ടും അവര് മരിച്ച ദിവസം നീ ആ മഠത്തിലോട്ട് എത്തി നോക്കുക പോലും ചെയ്തില്ലല്ലോ. എന്തു പറ്റി പാപ്പി? എന്റെ പൊന്ന് സാറേ, ആ കിടപ്പ് കാണാൻ മനക്കരുത്തില്ലാത്തത്. ഓ, സാധാരണ ദിവസങ്ങളില് ഡ്രൈവർ പാപ്പി എത്ര മണിക്കാ മഠത്തിലെത്താറ്? കാലത്ത് 5:30 ഞാൻ ചെന്നേച്ചാ പട്ടികളെ കുളിപ്പിച്ച് കൂട്ടിക്കരുന്നേയും വാൻ കൈ ഷെഡിൽ നടക്കുന്നേ. സിസ്റ്റർ അമല മരിച്ച വിവരം എപ്പോഴാ അറിഞ്ഞത്? ദീനമ്മ വന്ന് പറഞ്ഞപ്പോഴാ സാറേ. എത്ര മണിക്ക്? ഒരു 9 മണിയായി കാണും സാറേ. ആ കണക്കിലൊരു പെശ കൊണ്ടല്ലോ പാപ്പി. എന്നാ പെശകാ സാറേ? എന്നും അതിരാവിലെ ഭാര്യയുടെ കൂടെ മഠത്തിൽ പോകുന്ന പാപ്പി അന്ന് 9 മണിയായിട്ടും വീട്ടിൽ തന്നെ ഇരുന്നു എന്നല്ലേ അതിനർത്ഥം? അന്ന് നീ എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല? അത് ശരിയാ സാറേ, ഞാൻ അതങ്ങ് മറന്നു. അന്ന് എനിക്ക് നല്ല മേക്കാച്ചിലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പനി വരാൻ നിന്നെന്താ എലി കടിച്ചോടാ? അന്ന് വെളുക്കുന്നവരെ ഞാൻ കാലി വീശിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എവിടം വരെ നീ വീശി? മടക്കടവ് വരെ വീശി. അങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോ കായൽക്കരയിൽ എന്തെങ്കിലും സംശയിക്കത്തക്ക രീതിയിൽ നീ കണ്ടോ? വല്ല ബോട്ടോ വെള്ളോ? മുടിഞ്ഞ മഞ്ഞായിരുന്നു സാറേ, ഞാനൊന്നും കണ്ടില്ല. ഒന്നും കണ്ടില്ലെങ്കിലും കോൺവെന്റിന്റെ പിന്നിലെ കായലിൽ നീ ഉണർന്നിരിപ്പുണ്ടായിരുന്നു അല്ലേ? കൂട്ടിൽ മയങ്ങിക്കിടക്കുന്ന പട്ടികൾ, കായലിൽ ഉണർന്നിരിക്കുന്ന പാപ്പി. അൻവറിനെ വിളിക്ക്. പാപ്പിയേ, ഇനി നിന്നെ ചോദ്യം ചെയ്യാൻ പോണ ആളാരാന്ന് അറിയണ്ടേ? എഴുത്തച്ഛാ. സാർ, ഇനി എന്നെ തെളിപ്പിക്കില്ലേ സാറേ? എനിക്ക് അറിയാമെന്നൊക്കെ ഈശോ സാറിനോടും സാറമ്മരോടും പറഞ്ഞതാ. സത്യമാ സാറേ ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് ഉള്ളൊന്നും എനിക്ക് അറിയാൻ മേല. അറിയാൻ മേലാത്ത കാര്യം എങ്ങനെ പറയാനാ സാറേ? എങ്ങനെ പറയുമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. ആരാ അമല സിസ്റ്ററെ കൊന്നത്? എങ്ങനെയാ കൊന്നത്? പറയാ, ഞാനെല്ലാം പറയാ, ഞാൻ എല്ലാ സത്യവും പറയാ. അന്ന് ഞാൻ വീട്ടിൽ ഉറങ്ങിക്കിടന്നപ്പോ. നീ പുറത്തോട്ടൊന്ന് വന്നേ. എന്തിനാ? വന്നിട്ട് പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ വണ്ടിയോട്ട് കയറ. ഇന്ന് രാത്രി കോൺവെന്റിലെ പട്ടികൾ 2 കൂട്ടി തന്നെ കിടന്നുറങ്ങണം. ഉറക്കണം. എന്തിനാച്ചോ? അത് ഞാൻ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണോ? അച്ഛൻ പറഞ്ഞ പട്ടികളെ മാത്രമല്ല ഒക്കത്തിനെയും പാപ്പി ഉറക്കും. മതിയാ? പൊയ്ക്കോ.
ഒറ്റയെങ്ങാനും കൊടുത്താ ഓടിച്ചു മടക്കി ആട്ടിലോട്ടെറിയും ഓർത്തോ. കന്യാമറിയാണ് സത്യം, ഞാൻ ഒറ്റയ്ക്കല്ല. എല്ലാരും ഉറങ്ങിയോടാ? അറിയാൻ മേല. അച്ഛൻ പറഞ്ഞ പോലെ പട്ടികളെ രണ്ടും ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. മറക്ക്. പാപ്പിയോ? എന്താ ആ സമയത്ത്? കപ്പലയ്ക്ക് തീ പിടിച്ചു. ആരോ തീ വെച്ചതാ. കർത്താവേ, ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? കാളിയാറച്ചനൊരു കാലന. വരാൻ സമയവും കാലവും നോക്കുകയല്ല. നീ എനിക്കെതിരെ രൂപതാ കച്ചേരി പരാതി കൊടുക്കുമല്ലേ? ഊരും പട്ടോളെ. അവള് ചത്തു. എടുത്ത കണ്ടിലിട്ടത്. അച്ഛോ, പറഞ്ഞ പോലെ കേട്ടാ മതി. നീ പറഞ്ഞതൊക്കെ സത്യമാണ്. ആണേ, കാളിയാറച്ചൻ ആളൊരു മൂർഖനാ, ലോകേട്ട പിശാച്. അങ്ങേര് പറഞ്ഞതനുസരിച്ചില്ല എന്നെ കൊന്നു കളഞ്ഞനെ. നിവർത്തില്ലാഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ കൂട്ടുന്നത്. എനിക്കിനി ജീവിക്കണ്ടായേ. ഒരു കൊടും പാദത്തിൽ കൂട്ടുന്ന മഹാഭാവിയാ ഞാൻ. പറഞ്ഞതൊക്കെ നീ ഇനി മാറ്റി പറയൂടാ റാസ്കൽ. ഇല്ല സാറ്. പറഞ്ഞില്ലേ നിനക്ക് കൊള്ളാം, പറഞ്ഞാൽ അന്ന് നിന്റെ അന്തിമ ഒരുപാട് സ്നേഹവും സഹായങ്ങളും തന്ന സിസ്റ്റർ അമലയുടെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള പലതും ദീനാമയ്ക്കറിയാം. ദീനാമയുടെ ഭർത്താവിൻ്റെ സഹായവും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദീനാമയും ഭർത്താവിന് കൂട്ടുന്നു. അതിൻ്റെ കുറ്റബോധം ദീനാമയുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നു. അതിന് തെളിവാണ് ദീനാമ കാണുന്ന ദുസ്വപ്നങ്ങളും ഈ ഏലസ് കെട്ടലും ഒക്കെ. ശരിയല്ലേ? എനിക്കൊന്നും അറിയാൻ മേല സാറേ. തെറ്റ്. അങ്ങനെ ഒന്നും അറിയാൻ മേലാന്ന് പറഞ്ഞാൽ അത് കർത്താവിന് നിരക്കാത്ത പച്ചക്കള്ളം. എന്തെങ്കിലുമൊക്കെ നിന്റെ കെട്ടിയോ ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഇനിയും നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇട്ടിച്ച് നിന്നെ ടണൽ ഞാൻ കേൾക്കും.
എന്നെ ദണ്ഡിപ്പിക്കല്ലേ സാറന്മാരെ. എങ്കിൽ പറ. ഞാനെല്ലാം പറയാം. അന്നൊരു ദിവസം മഠത്തിലെ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ നാളെ രാത്രി മുഴുവൻ പട്ടികൾ കൂട്ടി തന്നെ കിടക്കണം. കൊരക്കേ വരുത്. 2 എണ്ണത്തിനും ഈ ഇഞ്ചക്ഷൻ കൊടുക്കണം. വെറുതെ എങ്ങനെയാ കാർലോ സാറേ? വെറുതെ വേണ്ടടോ, ഇത് വെച്ചോ. ഇതുകൊണ്ട് എന്നെ ആവാനാ സാറേ? എമ്പടി ദുരിതം പിടിച്ച പണിയാ. ചതിയല്ലയോ ചെയ്യുന്നേ? നാ. അപ്പോ എല്ലാം ഞാൻ പറഞ്ഞ പോലെ സാറേ, പാപ്പി ഏറ്റതാ. ശരി. അതെ, എന്നാത്തിനാ ആ കരടി എമ്പടി കാശ് തന്നിച്ചു പോയത്? മഠത്തിലെ പട്ടികളെ ഉറക്കാൻ. മഠത്തിലെ പട്ടികളെ ഓർക്കാനോ? എന്നിട്ട് അങ്ങേർക്ക് കക്കം കയറാനാണോ? അയാൾക്ക് രാത്രി മഠത്തിൽ എന്തോ പണിയൊപ്പിക്കാനാ. നീ അത്ര അറിഞ്ഞാ മതി. മരണം നടന്ന തലേന്ന് അത് ഞാൻ പട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോ അതുകളെ കുറ്റി കെട്ടിയിട്ടേച്ചും വെച്ച് കുത്തിവെച്ചു. എന്നിട്ട് മടത്തി കൊണ്ടുപോയി കൂട്ടി കയറ്റിയിട്ടു. വിമലാമ്മയോട് തുറന്നു വിടണ്ടായെന്നും പട്ടികൾക്ക് വരെ ഇളക്കാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്നും അത് ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ മടത്തി ചെല്ലുമ്പം കിണറ്റിൻകര മാതറമ്മച്ചിയും മറ്റമ്മമാരും ഒക്കെ നിപ്പുണ്ടായിരുന്നു. അപ്പോഴാ ഞാൻ കാണുന്നേ അമലാമ്മ മരിച്ചു കിടക്കുന്നത്. അന്നേരം സാറേ, അമലാമ്മച്ചിയെ കൊല്ലാൻ മടത്തിൽ കയറാൻ ആ ചെകുത്താൻ പട്ടികളെ മയക്കി കിടത്താൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അമല സിസ്റ്ററുടെ മരണത്തിന് ശേഷം കാർലോസ് വീട്ടിൽ വന്നിരുന്നു. എന്തിന്? കാർലോസ് വന്നിച്ച് അതിയാനോട് പറഞ്ഞു, പോലീസ് അന്വേഷണം നടക്കുമ്പോ എന്തെങ്കിലും കാരണവശാൽ അതിയാനെ പിടിക്കുകയാണെങ്കിൽ കാളിയാറച്ചനെ അമലാമ്മയെ കൊന്നൊന്ന് പറഞ്ഞേക്കണമെന്ന്. പറ്റുകയല്ലാന്ന് പറഞ്ഞപ്പോ കത്തി കാണിച്ച് പേടിപ്പിച്ചു. കുത്തി പണ്ടം തുറന്ന് ചെള്ള നിറച്ച് കാരി താത്തൂന്നും പറഞ്ഞു. പ്രാണം പേടിച്ച് അധികം സമ്മതിച്ചു. അന്നേരം കുറച്ച് രൂപയും തന്നു. ഇതിൽ കൂടുതൽ ഒന്നും എനിക്കറിയാൻ മേല. അതിയാനെ ജയിലിൽ അടയ്ക്കല്ലേ സാറേ. ആരെയും കുത്താനും കൊല്ലാനും ഉള്ള ചങ്കുറപ്പൊന്നും അങ്ങേർക്കില്ല. ആ കാണുന്ന പൊണ്ണത്തടിയേ ഉള്ളൂ. അതിയാൻ എന്തേ സാർ? അതിയാനെ ഞങ്ങൾ പൊണ്ണത്തടി കുറയ്ക്കാനുള്ള പ്രകൃതി ചികിത്സയ്ക്ക് എഴുത്തച്ഛാ, അയച്ചിരിക്കുക. വേണ്ട. മോളെ, സ്റ്റേറ്റ്മെന്റ് വാങ്ങിയവരെ കസ്റ്റഡിയിൽ. അൻവറിന്റെ സെൽഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. വയർലെസ് വിളിക്കേ. സർ. ഹലോ ഹലോ ഹലോ. വയർലെസ് ഓഫാണ് സാർ. അൻവർ സാറും കർത്താവും കൂടി പാപ്പിയെ പപ്പടാക്കിണ്ടാവും സാർ. മൈ ഗോഡ്. ഫോളോ മീ. ഞാൻ പറഞ്ഞില്ലേ, എവറിത്തിങ് ഈസ് ഗോയിങ് ആസ് പ്ലാൻഡ്. എടോ പണിക്കരെ, യു ആൻഡ് യുവർ ബോയ്സ് ഹാവ് ഡൺ എ ഗുഡ് ജോബ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നോട് ആദ്യം മുതലേ ഉള്ളിൽ ഒരു അൺവാണ്ടഡ് ജലസ് ഉണ്ടായിരുന്നു. എന്താ അതിന് പറയാ, ഒരു തരം വൃത്തികെട്ട അസൂയ. അൻവർ എവിടെയാണ് സാർ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കാളിയാർ അച്ഛനാണ് സിസ്റ്റർ അമലയെ കൊന്നതെന്നുള്ള പാപ്പിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സർ പ്ലീസ്, വേർ ഇസ് അൻവർ? അൻവറും കർത്താവും ഒരു ഫുൾ ബറ്റാലിയനും കൂടി കാളിയാർ കോട്ടയിലേക്ക് അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞു. മൈ ഗോഡ്. വിത്തിൻ ആൻ അവർ അവർ അച്ഛനെയും കൊണ്ട് ഇവിടെ എത്തും. നോ യൂസ്. ബറ്റാലിയനിലുള്ള എല്ലാ വയർലെസ് സെറ്റുകളും ഓൺ ദ വേയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ വയർലെസ് സെറ്റുകളും ഓഫ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. മുകളിൽ നിന്നുള്ള ഇന്ററപ്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ബിക്കോസ് ഐ വാണ്ട് ടു ബി എ ഗുഡ് ഓഫീസർ ആൻഡ് എ ജെന്റിൽമാൻ ബിഫോർ ഐ ലീവ് ദ ഡിപ്പാർട്ട്മെന്റ്. സർ, യു ആർ thoroughly mistaken. കാളിയാർ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് എങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്യണം? ഈശോ, വാട്ട് യു മീൻ? Sir, please, we have to stop this operation. Please come.